കുറവ് ആൾക്കാർ ചോദിച്ചില്ല മുബാറക്കിന്റെ വീട് എവിടെ? അതെ, എൻ്റെ വീട് മുർഷിദാബാദ്. കണ്ടോ, വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ്. അടിപൊളി സ്ഥലം. നവാബ് സിറാജുല്ലാന്റെ മെയിൻ വീട് അത്. നമ്മളുടെ അവിടെ കേരള ആൾക്കാർ കണ്ടോ, എല്ലാ ആൾക്കാരും തൂണി ഇട്ടിട്ട് അവിടെ കറങ്ങാൻ വന്നോ. കണ്ടോ, ജാസ്തി ഗ്ലാമർ ഉണ്ടല്ലോ രാജ ആയിട്ട്. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് അടിപൊളി സ്ഥലം ഉണ്ടായിനി. ഫുൾ ഗോൾഡ് ഉണ്ടായിനി അവിടെ തന്നെ. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ ബ്രിട്ടീഷ് ആൾക്കാർ കൊണ്ടുപോയി. ടിപ്പു സുൽത്താൻ മാതിരി അത് ഒരു രാജാവ് ഉണ്ടായിനി അവിടെ, നവാബ് സിറാജുല്ല. ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നുണ്ടോ നമ്മളുടെ നാട്ടിൻ്റെ വെസ്റ്റ് ബംഗാൾ, അത് മുർഷിദാബാദ്. ഒരു ജയിലാല് ഒരു രാജ ഉണ്ടായിനി, ഭയങ്കര പയത ബ്രിട്ടീഷ് ഉണ്ടോ ആ ടൈമിൻ്റെ. അത് പയത രാജ ഉണ്ടായിനി. അവിടെ ഞാൻ പോകുന്നുണ്ടോ. ഈ വീഡിയോ നിങ്ങൾ നോക്കിക്കോ, അടിപൊളി വീഡിയോ ആവും. അടിപൊളി പൂലി ഗൈസ്. നവാബ് സിറാജുല്ലാന്റെ അത് ഒരു സ്ഥലത്ത് വന്നി, അത് കാഡ്ഗുല വാങ്ങാൻ പറയാം. അവിടെ അടിപൊളി സ്ഥലം നിങ്ങളുടെ കാട്ടി കൊടുക്കുക. അവിടെ ഇപ്പോൾ ഞാൻ 20 രൂപയുടെ ഈ വണ്ടി പാർക്കിംഗ് ആക്കിനി. 20 രൂപ. നമ്മളുടെ കേരളത്തിലുണ്ടെങ്കിൽ 10 രൂപ. പക്ഷെ നമ്മളുടെ അവിടെ കൂലി കമ്മി, ചെലവ് ജാസ്തി. നിങ്ങളുടെ കാട്ടി കൊടുക്കുക. ഉള്ളിലേക്ക് കയറിയിട്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളുടെ ഗേറ്റ്. ഇതിലെ ഉള്ളിലെ കയറണം. എല്ലാ ആൾക്കാരും കയറിണ്ട്. ഇപ്പോൾ അടിപൊളി സ്ഥല. ബാക്ക് സൈഡിലെ കണ്ടോ, ഒക്കെ മാങ്ങ മാറം. അടിപൊളി. നവാബ് സിറാജുല്ല ജാസ്തി മാങ്ങ കഴിച്ച ആ ടൈമില്. നോക്കണ്ട, ഇപ്പൊ വേറെ കാട്ടിത്തരാം കേട്ടോ. കണ്ടോ, ഉള്ളിലെ കയറി ഗൈസ്. അതെ, ഇന്റെ സോറത്ത് നമ്മളുടെ അവിടെ കേരള ആൾക്കാർ കണ്ടോ, എല്ലാ ആൾക്കാരും തൂണി ഇട്ടിട്ട് അവിടെ കറങ്ങാൻ വന്നോ. കണ്ടോ, നിങ്ങളെവിടെ കേരളത്തെ എവിടെ നിക്കണ്ടേ? അറിയില്ല, മലയാളം അറിയില്ല, തമിഴ്. ആഹാ, കണ്ടോ ഗൈസ്, എല്ലാ ആൾക്കാരും കേരള ലൂക്ക് ആക്കിയിട്ട് അവിടെ കറങ്ങുന്നുണ്ട്. പക്ഷെ മലയാളം അറിയില്ല, തമിഴ് സ്ഥലത്ത് പണിയെടുത്ത് തമിഴ്നാടുലെ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് എത്ര രൂപ അറിയില്ല, നമുക്ക് നോക്കട്ടെ എത്ര രൂപ. 2 ടിക്കറ്റില് 60 രൂപ, 30 രൂപ ആക്കിയിട്ട് ഇപ്പോൾ ഉള്ളിലേ കയറാം. ഇതാണ് നവാബ് സിറാജുല്ലാന്റെ അത് നിൽക്കണ സ്ഥല, എൻജോയ് ആക്കുന്ന സ്ഥല. കണ്ടോ, ഇപ്പോൾ ഉള്ളിലെ കയറാം. ബാക്കിയുണ്ട്, ഉള്ളിലെ കയറാം നമുക്ക്. അവിടെ കയറിയിട്ട് ഒരു ദർവാൻ കണ്ടോ, നവാബ് സിറാജുല്ലാന്റെ ദർവാൻ ഉണ്ട് ഇനി അങ്ങനത്തെ പോലെ. കണ്ടോ, അടിപൊളി അമ്പലം അത് നവാബ് സിറാജുല്ലാന്റെ ടൈമിൽ ഉണ്ട് ഉണ്ടാക്കി. കണ്ടോ, അടിപൊളി. അക്കപ്പൂ മറാം ഈ സൈഡിലെ കണ്ടോ. ഇപ്പോൾ വേറെ സ്ഥലത്ത് പോകണം നമുക്ക്. വേറെ ഒരു സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലം. അവിടുത്തെ മറ്റേ മൊബൈൽ കൊണ്ടുപോവാ അലാവില്ല, അറിയില്ല, നോക്കട്ടെ ഗൈസ്. അവിടെ തന്നെ നവാബ് സിറാജുല്ല അവിടെ മീംക്കോ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം നിങ്ങൾ കാട്ടി കൊടുക്കുക. അതെ, കണ്ടോ. പിന്നെ അവിടെ മീമുണ്ടോ? കണ്ടോ, മീമുണ്ട്. അതെ, ചോപ്പ് കളർ മീം. എത്ര വലുതാ കണ്ടോ. ഹലോ, കണ്ടോ, മീമുണ്ട്, ഒരുപാട് മീമുണ്ട് അവിടെ. ആ സൈഡിലുണ്ട്. നമുക്ക് ഞാൻ വരണ കണ്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ. അവിടെ നവാബ് സിറാജുല്ല അവിടെ തന്നെ മീംക്ക് വാസന കൊടുക്കുന്ന സ്ഥലം. അതെ, ഈ സ്ഥലം കണ്ടോ, ബാക്ക് സൈഡിൽ. അതെ, ഈ സ്ഥലം. ഇപ്പോൾ വേറെ സ്ഥലത്ത് പോവാം. പിന്നെ നവാബ് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോവും. ഇപ്പോൾ നവാബ് എൻജോയ് ആക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഞാൻ വന്ന് ഇപ്പോൾ അങ്ങോട്ട് പോവാം. നവാബിൻ്റെ മെയിൻ സ്ഥലത്ത് കേട്ടോ, മെയിൻ നിൽക്കുന്ന സ്ഥലത്ത് ഗൈസ്. ഈ നവാബ് സിറാജുല്ലാന്റെ അതെ ഈ റൂമിൻ്റെ ഉള്ളിൽ എൻജോയ് ആക്കുന്ന സ്ഥലം, അടിപൊളി സ്ഥലം. ഞാൻ ഈ ഉള്ളിൽ ഞാൻ കയറിനി. പക്ഷേ മൊബൈൽ അലൗ ഇല്ല. മൊബൈൽ വീഡിയോ ഉണ്ടാക്കൽ ഫൈൻ ആവും. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, പുറത്ത് വന്നിട്ട് എടുത്ത്. അവിടെ അടിപൊളി സ്ഥലം. അവിടെ കട്ടിലുണ്ട്, അടിപൊളി കട്ടില. അതെ, ആ കട്ടിലെ കോണി വെച്ചിട്ട് കട്ടിലിൽ കയറണം. എത്ര വെല്ലിതാ, നല്ല ഹൈറ്റ്. അവിടെ നവാബിൻ്റെ അടിപൊളി സ്ഥലം, എൻജോയ് ആക്കണം. റേസ്റ്റ് എടുക്കാനാ സ്ഥലം, അടിപൊളി സ്ഥലം അവിടെ. ഇപ്പോൾ വേറെ സ്ഥലത്ത് പോവാം. നവാബ് സിറാജുല്ല അവിടെ ആ ടൈമിൽ നിൽക്കിന്. പിന്നെ അത് യുദ്ധം തുടങ്ങുമ്പം ഈ സ്ഥലല്ലേ, ഇതിലെ ഒരു റോഡുണ്ടോ, ഇതിലെ അവിടെ പോവാൻ കഴിയും. ഇതിൽ അവിടെ പോയിട്ട് അപ്പുറത്ത് ഒരു പുഴ ഉണ്ടോ, ആ പുഴയിൽ കയറിയിട്ട് വേറെ സ്ഥലത്ത് പോകും. അത് ഇംഗ്ലീഷ് ഉണ്ടോ, ഇംഗ്ലീഷ് പറഞ്ഞാൽ ബ്രിട്ടീഷ്.
ബ്രിട്ടീഷ് അങ്ങനെ വന്നാലേ ഈ ആൾക്കാർ ഇതിൽ പോയിട്ട് പോയതിൻ്റെ അപ്പുറത്ത് ചാടിയിട്ട് പോവും നവാബ്. അങ്ങനെ പോയിനി. പക്ഷേ ഇപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ പോയി ആരെങ്കിലും അറിയില്ല ഈ രാജാവ് ഇപ്പോൾ ഈ റോഡില്ല, ഈ കാട്ടിക്കുട്ടി ഈ റോഡ് കൂടെ പോയിനി. പക്ഷേ വന്നില്ല. ഇപ്പോൾ പോയതിൻ്റെ അപ്പുറത്ത് പോയിട്ട് എവിടെ പോയി ആരെങ്കിലും അറിയില്ല. ഈ സ്ഥലത്ത് നവാബ് സിറാജുള്ള അത് എല്ലാ മീൻ പിന്നെ കോഴി പക്ഷികൾ ഒക്കെ വളർത്തണ നവാബ് സിറാജുള്ളൻ്റെ വളർത്തണ ഈ സ്ഥല നിങ്ങളുടെ കാറ്റി കൊടുക്കാൻ നിങ്ങൾ നോക്കി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ടോ അടിപൊളി സ്ഥല കണ്ടോ, നിങ്ങളുടെ കാറ്റി കൊടുക്കുക. അവിടെ എല്ലാ സാധനവും ഉണ്ട്. അവിടെ പക്ഷികളുണ്ടോ, ഒരുപാട് പക്ഷികളുണ്ട്. മീനുണ്ടോ കണ്ടോ, അടിപൊളി മീനുണ്ട് അവിടെ. ഈ സ്ഥലത്ത് പക്ഷികളുണ്ട്. നവാബ് സിറാജുള്ള അവിടെ വളർത്തുന്ന സ്ഥലമായി. ഇപ്പോൾ നവാബ് സിറാജുള്ള ഇല്ല, ഇപ്പോൾ വേറെ ആൾക്കാർ വളർത്താം കേട്ടോ. ആസ്തി മീൻ ഗൈസ് കണ്ടോ, ഒരുപാട് മീൻ ഈ സൈഡില്. എന്താ പറയാ, ആനാച്ചവിട്ട മീൻ ഇല്ല എൻ്റെ ആർക്കും. ആനാച്ചവിട്ടി കേരള മാതിരി മീൻ ആനാച്ചവിട്ടി അടിപൊളി മീൻ ഈ സ്ഥലത്ത് കണ്ടോ. അത് അവിടെ മീനുണ്ട്, വേറെ മീൻ, അത് എൻ്റെ പേരറിയില്ല. ഇത്ര മീൻ ഞാൻ കണ്ടില്ല. വാ അടിപൊളി പാം മാതിരി മീൻ കണ്ടോ. വാ ജാസ്തി മീൻ ഗൈസ്. രാജ നവാബ് സിറാജുള്ള രാജ നോക്കട്ടെ. ഓ ജാസ്തി ഗ്ലാമർ ഉണ്ടല്ലോ രാജ ആയിട്ട്. രാജാ മാതിരി തലാല് വെച്ച്. പിന്നെ ഗൈസ് ഇപ്പോൾ ഞാൻ അത് നവാബിൻ്റെ മെയിൻ വീട്ടിൽ പോകുന്നുണ്ടോ ആ ടൈമിൽ ഞാൻ കണ്ടു അവിടെ കുതിര വണ്ടി നിങ്ങൾ കട്ടി കൊടുക്കുക. അവിടെ കുതിര വണ്ടി ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ എല്ലാ ടൈം കുതിര വണ്ടി ഉണ്ടോ, നിങ്ങൾ കട്ടി കൊടുക്കുക കേട്ടോ. ബാക്കിൽ വരുന്നുണ്ട്, നിങ്ങൾ കട്ടി കൊടുക്കുക. 8 മിനിറ്റ് കണ്ടോ ബാക്ക് സൈഡിലെ ഇതാ കുതിര വണ്ടി. അവിടെ നമ്മളുടെ നാട്ടിലെ കുതിര വണ്ടി ഉണ്ട് ജാസ്തി. ആൾക്കാർ കുതിര ഉണ്ടോ, പക്ഷേ കുതിര വണ്ടി ഉണ്ടോ നോക്കണ്ട, ഒക്കെ ശരിയാവും. ഇപ്പോൾ നവാബിൻ്റെ മെയിൻ വീട്ടിലേക്ക് ഇപ്പോൾ എത്തി. ഈ സൈഡിൽ ഇപ്പോൾ മെയിൻ വീട്ടിലേക്ക് കയറാം ഗൈസ്. ഇപ്പോൾ നവാബ് സിറാജുള്ളൻ്റെ മെയിൻ വീട്ടിലേക്ക് കയറും. അതുകൊണ്ട് ആ വണ്ടി പാർക്കിൽ വെച്ച് ഈ വണ്ടി വില എത്ര രൂപ, 20 രൂപ. നമ്മളുടെ കേരള ഉണ്ടെങ്കിൽ 10 രൂപയിൽ ഗാരേജിൽ വെക്കാൻ കഴിയും. നമ്മളുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും പോയില്ലേ ചിലവ് ജാസ്തി, അത് കൂലി കമ്മി, ചിലവ് ജാസ്തി നമ്മളുടെ നാട്ടിൽ. അതുകൊണ്ട് നമുക്ക് കേരള നല്ല ഇഷ്ടം. ഇതാണ് നമ്മളുടെ രാജാവിൻ്റെ ഗ്രാമം. അത് കണ്ടോ, നമ്മളുടെ നവാബ് സിറാജുള്ളൻ്റെ ഗ്രാമം. ടിപ്പു സുൽത്താൻ മാതിരി അത് ഒരു രാജാവുണ്ടായിനി അവിടെ, നവാബ് സിറാജുള്ള. ഗൈസ് കണ്ടോ സ്ഥലത്തെത്തി, നവാബ് സിറാജുള്ളൻ്റെ മെയിൻ ഗേറ്റിലെത്തി. ഇപ്പോൾ മെയിൻ ഗേറ്റ് എത്താലേ നമുക്ക് പൈസ വേണം ആർക്കും കണ്ടോ അല്ലേ, പൈസ ഇപ്പോൾ എടുക്കണം. എത്ര ആൾക്കാരുണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്, ജാസ്തി ആൾക്കാർ കണ്ടോ. ഒക്കെ നവാബിൻ്റെ ഒക്കെ വീട് ഈ അവിടെ ഉണ്ട്. എല്ലാം കാട്ടി കൊടുക്കും നിങ്ങളുടെക്കോ. ഇപ്പോൾ ടിക്കറ്റ് എടുക്കും, ടിക്കറ്റിന് എത്ര കാട്ടി കൊടുക്കാം. 2 ടിക്കറ്റിൽ 100 രൂപ. 2 ടിക്കറ്റിൽ ഞാൻ എവിടെയെങ്കിലും പോയില്ലേ അവിടെ ചിലവ് ജാസ്തി നമ്മളത് കണ്ടോ. ഇപ്പോൾ നമുക്ക് ആ സൈഡിൽ പോവാൻ കഴിയും. നാകാക്കെ कैसा है? ठीक ठाक बहुत बढ़िया. അടിപൊളി സ്ഥലം ഗൈസ്. ഓ ജാസ്തി നല്ലതാ കണ്ടോ. ജാസ്തി കിലോമീറ്റർ നവാബ് സിറാജുള്ളൻ്റെ വീട്. എന്ത് സ്ഥല, അടിപൊളി സ്ഥല കണ്ടോ. ഇതാണ് നവാബ് സിറാജുള്ളൻ്റെ വീട് കണ്ടോ. അടിപൊളി സ്ഥലം. ഒക്കെ പെയിന്റ് അടിച്ചിട്ട് പുതിയ ആക്കി കണ്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കൾ കണ്ടോ. ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഒരു ദിവസം ഞാൻ ഒരു ഫോട്ടോ എടുത്തിന്. ആ ഫോട്ടോ നല്ല വൈറലായി, മില്യനായിന് ഒരു ഫോട്ടോക്കോ. നിങ്ങളുടെ കാട്ടി കൊടുക്കുക. അടിപൊളി സ്ഥലം കണ്ടോ. ഒരുപാട് ആൾക്കാർ ഒക്കെ നോക്കിണ്ട് നമുക്ക് പ്രാന്ത വിചാരിച്ച്. പക്ഷെ ഈ ആൾക്കാർക്ക് അറിയില്ല ഞാൻ കേരളൻ്റെ നല്ല ബ്ലോഗർ. ഈ ആൾക്കാർക്ക് അറിയില്ല, ഒന്നും അറിയില്ല കണ്ടോ.
ഒരുപാട് ആൾക്കാർ അവിടെ ഒരു ലക്ഷം ആൾക്കാരുണ്ട് നോക്കട്ടെ ഗൈസ്. ഇതാണ് നവാബിന്റെ വീട്. ഈ വീട്ടില് ആയിരം ഗേറ്റ് ഉണ്ടോ? ഗേറ്റ് ആയിരം ഗേറ്റ് ഉണ്ട്. ഒരുപാട് ഗേറ്റ് ഉണ്ട്. നിങ്ങൾ കാട്ടി കൊടുക്കുക നല്ലതാ കേട്ടോ. കണ്ടോ ജാസ്തി ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ. ജാസ്തി ആൾക്കാർ എല്ലാ ടൈം അങ്ങനത്തെ പോലെ തിരക്കുണ്ടോ കണ്ടോ. ജാസ്തി തിരക്ക. ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ. വാവ് നല്ല സ്ഥലം, അടിപൊളി സ്ഥലം. നിങ്ങൾ അവിടെ വന്നാലേ നിങ്ങൾ അങ്ങോട്ട് വരിക. അടിപൊളി സ്ഥലം, കരം കിട്ടും, നല്ല സുഖം കിട്ടും. നമ്മളുടെ നാട്ടിൽ മുർഷിദാബാദ്, മെയിൻ മുർഷിദാബാദ് അതെ കേട്ടോ. എൻ്റെ വീട് കുറേ ആൾക്കാർ ചോദിച്ചില്ല മുബാറക്കിൻ്റെ വീട് എവിടെ? അതെ എൻ്റെ വീട് മുർഷിദാബാദ് കണ്ടോ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് അടിപൊളി സ്ഥലം. നവാബ് സിറാജുള്ളാൻ്റെ മെയിൻ വീട് അതെ. ടിപ്പു സുൽത്താൻ ഉണ്ടോ ഇല്ല? ആ ടിപ്പു സുൽത്താൻ മാതിരി അത് നവാബ് സിറാജുള്ള. ഞാൻ കോയെങ്കിൽ പോയി ഗൈസ് കണ്ടോ. ഒരുപാട് ആൾക്കാർ പോവാ. ഇതാ നമ്മളുടെ സൂറത്ത് ആൾക്കാർ. ഈ ആൾക്കാർ നമുക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ടോ. എവിടെ പോവാ കണ്ടോ. എന്ത് സ്ഥലം, അടിപൊളി സ്ഥലം. ഹലോ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിന്. അവിടെ അടിപൊളി സ്ഥലം. പക്ഷേ മൊബൈൽ അലൗഡ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല വീഡിയോ എടുക്കണം. ഇപ്പോൾ മൊബൈൽ വീഡിയോ ഇട്ടാലേ 5000 ഫൈൻ. അതുകൊണ്ട് എടുത്തില്ല. ഇപ്പോൾ വേറെ സാധനം ഉണ്ട്, നിങ്ങൾ കാട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ അടിപൊളി. അതെ മാട് ഒക്കെ നവാബ് സിറാജുള്ളാൻ്റെ സ്ഥലം കണ്ടോ. അവിടെ ഒരു വീടുണ്ട് ഇമാംബാടി. അതെ ഈ വീട്. പക്ഷേ ഇമാംബാടിൻ്റെ ഉദ്ദേശം എന്താ അറിയില്ല. ഇമാംബാടി പറയാം. അതെ മീറ്റിംഗ് എല്ലാ ആൾക്കാരും അവിടെ ഇരുന്നിട്ട് മീറ്റിംഗ് ഉണ്ടാക്കാൻ സ്ഥലമായിരിക്കും. പിന്നെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളുടെ കാട്ടി കൊടുക്കാം കേട്ടോ. ഇതാണ് അതെ യുദ്ധം തുടങ്ങിയ മറ്റേ എന്താ പറയുക വിമാൻ തോക്ക് മാതിരി സാധനം. നിങ്ങൾ അറിയുമായിരിക്കും. എത്ര വലുതാ കണ്ടോ. ജാസ്തി വലുതാ, ഒരുപാട് വലുതാ കണ്ടോ. ഭയങ്കര വലുതാ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാട്ടി കൊടുക്കാൻ നിങ്ങൾ നോക്കിക്കോ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സാധനം. ഇതിൻ്റെ പേരെന്താ അറിയില്ല. നമുക്ക് ഇതിൻ്റെ പേര് അറിയില്ല. നിങ്ങൾ കമൻറ്റിൽ പറയൂ കേട്ടോ. ഇതിൻ്റെ പേര് അറിയില്ല, നോക്കണ്ട. പിന്നെ ഈ സ്ഥലത്ത് കുറവാക്കാൽ മുമ്പേ അവിടത്തിന് ഈ സ്ഥലത്ത് ഒരു ഫുട്ബോൾ ഉണ്ടായിനി. ഫുട്ബോൾ മനസ്സിലായില്ലേ? ഈ ഫുട്ബോൾ ഉണ്ടായിനി. ഈ ഫുട്ബോൾ എല്ലാ ആൾക്കാരും വിചാരിക്കും ഫുട്ബോൾ, പക്ഷെ അത് ഫുട്ബോൾ ഇല്ല. അതിൽ ഗോൾഡ് ഉണ്ടായിനി. ഗോൾഡ് ഇതിൻ്റെ ഫുട്ബോളിൻ്റെ ഉള്ളിൽ ഗോൾഡ് ഉണ്ടായിനി. എല്ലാ ആൾക്കാരും വിചാരിക്കും അത് ഫുട്ബോൾ. അങ്ങനെ വിചാരിച്ചിട്ട് കാലിൽ അടിക്കും, ചവിട്ടും, അങ്ങനെ ആക്കും. പക്ഷേ ബ്രിട്ടീഷ് ആൾക്കാർ വന്നിട്ട് ഇത്ര 10 വർഷം അല്ലേ 5 വർഷം മുമ്പേ വന്നിട്ട് ബ്രിട്ടീഷ് ആൾക്കാർ വന്നിട്ട് ആ ഫുട്ബോൾ കൊണ്ടുപോയി. ഗോൾഡ് ഉണ്ടായിനി ആ ഫുട്ബോൾ. അവിടെ വെറുതെ അവിടെ ഉണ്ടായിനി. ആരെങ്കിലും അറിയില്ല. എങ്ങനെ പറയാം. ബ്രിട്ടീഷ് ആൾക്കാർ ഒരുപാട് സാധനം അവിടെ നിന്ന് കൊണ്ടുപോയി. ഗോൾഡ് എല്ലാ സാധനം, നല്ല സാധനം എല്ലാം കൊണ്ടുപോയി. നമ്മളുടെ ഈ നാട്ടിലില്ല, നമ്മളുടെ വെസ്റ്റ് ബംഗാൾ അടിപൊളി. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് അടിപൊളി സ്ഥലം ഉണ്ടായിനി. ഫുൾ ഗോൾഡ് ഉണ്ടായിനി അവിടെ തന്നെ. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. ഒക്കെ ബ്രിട്ടീഷ് ആൾക്കാർ കൊണ്ടുപോയി. എന്ത് ചെയ്യുക, ഒക്കെ കൊണ്ടുപോയി. എന്താ ഫസ്റ്റ് നമ്മളുടെ ഈ നാട്ടിൽ അടിപൊളി ഉണ്ടായിനി. ഇപ്പോൾ നവാബ് രാജാവ് ആവുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ ഈ രാജ്യം അടിപൊളിയാവും. നമ്മളുടെ രാജധാനി നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവും. പക്ഷെ ആൾക്കാരില്ല, അതുകൊണ്ട് ഇല്ല. രാജധാനി ഇപ്പോൾ ദില്ലിയിൽ പോയി. പിന്നെ വേറെ നിങ്ങൾ കാട്ടി കൊടുക്കുക, എൻ്റെ കാട്ടി കൊടുക്കണം. കണ്ടോ ഒക്കെ സ്ഥലം, അടിപൊളി സ്ഥലമുണ്ട് ഗൈസ്. ഇപ്പോൾ കറങ്ങിയിട്ട് ജാസ്തി പോയി ജാസ്തി ബസ്സിപ്പോൾ വന്നു. ഇതിൻ്റെ ബസ് ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് അവർ ഹോട്ടലിൽ വന്നിട്ട് നമ്മളുടെ അതെ ഹോട്ടലിൽ ചോറെത്തി, പിന്നെ ഒരു നാരങ്ങ എത്തി, ഒരു പാപ്പടം എത്തി, വെണ്ടക്ക, അതെ ഉള്ളിക്കാങ്, ഒരു പൊട്ടൽ കണ്ടോ ചോറ്, പിന്നെ അതെ സാമ്പാർ, നമ്മളുടെ നാട്ടിൻ്റെ സാമ്പാർ കാട്ടിത്തരാം കണ്ടോ. വെള്ളം മാതിരി സാമ്പാർ. അതെ മീൻ ഈ മീനിൻ്റെ വില മീൻ കൂട്ടിയിട്ട് 70 രൂപ ഒരു ചോർക്ക് ഒരാൾ കറിക്കും. ഈ ആൾക്കാർ ഹോട്ടൽ ആൾക്കാർ. हिंदी मालूम है?
हाँ है हिंदी मालूम नहीं है वो पूछता हूँ सोची പിന്നെ ആൾക്കാർ പറഞ്ഞു അറിയോ പക്ഷെ അറിയില്ല ഇപ്പോ കഴിക്കാം ഗൈസ് ഭയങ്കര വിശപ്പ് വന്നു ലാസ്റ്റ് വിശപ്പ് വന്നു നോക്കിയിട്ട് കാര്യമില്ല കഴിക്കാം കഴിക്കാം ലാസ്റ്റ് വിശപ്പ് എൻ്റെ വിശപ്പ് കൊടുത്തതാ ഗൈസ് ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് സന്തോഷമായി പിന്നെ അവിടെ ഹനുമാനുണ്ടോ ഹനുമാൻ പുറങ്കൻ മാതിരി ഹനുമാൻക്ക് ബിസ്കുട്ട് കൊടുക്കുക നോക്കട്ടെ ഹനുമാൻ വരുന്നുണ്ടെങ്കിൽ നോക്കട്ടെ ബാ കണ്ടോ അവിടെ ഹനുമാനുണ്ട് നോക്കട്ടെ ആൾക്കാർക്ക് വിളിക്കാം നാ നാ ബാ വാ നാ വാ 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 ഗൈസ് ഹനുമാൻ വരുന്നില്ല ഇപ്പോൾ നയ ഉണ്ട് നയൊക്കെ കൊടുക്കുക നാ വേണ്ട ആ അത് വേണ്ട ഈ ആൾക്കാർക്ക് കഴിക്കൂല ഈ ആൾക്കാർക്ക് വേണ്ട കുറുക്കൻ ഹനുമാൻക്ക് വേണം നയാളെ ബിസ്കുട്ട് കഴിച്ചില്ല അപ്പോൾ നാട്ടിൽ പോവാ നോക്കണ്ട ഈ വീഡിയോ അടിപൊളി ഉണ്ടെങ്കിൽ ലൈക്ക് ആക്കുക കോമെന്റ് ആക്കുക ഷെയർ ആക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ഐ ലവ് യു ആൾ